സിൻഡിക്കേറ്റിനെതിരെ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ കടുത്ത നടപടി. അംഗങ്ങൾ സിൻഡിക്കേറ്റ് റൂം ഉപയോഗിക്കുന്നതിന് VC നിയന്ത്രണം ഏർപ്പെടുത്തി. VCക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് ആർ രശ്മിയാണ് സർക്കുലർ ഇറക്കിയത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ വായിച്ചിരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ആ തർക്കം അങ്ങനെ രൂക്ഷമായി കുറച്ച് പെറ്റി അഥവാ കുറച്ച് ബാലിശമാവുന്നോ എന്ന് സംശയം. ഉമേഷ്, തീർച്ചയായും ഗുഡ് മോർണിംഗ് സ്മിത, ഗുഡ് മോർണിംഗ് അഷ്മി. നിലവിൽ ഈ ഒരു പ്രതിഷേധം, അതായത് സിൻഡിക്കേറ്റ് VC തർക്കം, അത് നേരത്തെ പോലീസ് പരാതിയിൽ വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതായത് സിൻഡിക്കേറ്റിൻ്റെ മിനിറ്റ്സ് VCയും രജിസ്ട്രാർ ഇൻചാർജായിരുന്ന മിനി കാപ്പനും ചേർന്ന് തിരുത്തിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പോലീസ് പരാതി. എന്തായാലും ഈ പോലീസ് പരാതിക്ക് ഇപ്പോൾ VC തിരിച്ചടിക്കുകയാണ്. സിൻഡിക്കേറ്റ് ഹാളുണ്ട്. ഈ സിൻഡിക്കേറ്റ് ഹാളും സിൻഡിക്കേറ്റ് മീറ്റിംഗ് നടത്താനും അതിന് മുന്നോടിയായിട്ട് സിൻഡിക്കേറ്റ് മീറ്റിങ്ങിന് മുന്നോടിയായിട്ടുള്ള സ്ഥിരസമിതി യോഗങ്ങൾ നടത്താനും മാത്രമായി ഉപയോഗിച്ചാൽ മതി. മറ്റൊരാവശ്യങ്ങൾക്കും സിൻഡിക്കേറ്റ് ഹാൾ ഉപയോഗിക്കാൻ പാടില്ല. ഏതെങ്കിലും രീതിയിൽ സിൻഡിക്കേറ്റ് ഹാൾ ഉപയോഗിക്കണമെങ്കിൽ മുൻകൂർ അനുമതി VCയുടെ ഭാഗത്ത് നിന്ന് തേടണം. അത്തരത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരെങ്കിലും സിൻഡിക്കേറ്റ് ഹാൾ തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് VC ആദ്യം അപേക്ഷ നൽകണം. VC അത് അംഗീകരിച്ചാൽ മാത്രമേ തുറന്നു നൽകാവൂ എന്ന് കാണിച്ചാണ് ഇപ്പോൾ പുതിയ രജിസ്ട്രാർ ഇൻചാർജായ ആർ രശ്മി സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് പ്രധാനമായി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്കാണ് ഈ സർക്കുലർ നൽകിയിരിക്കുന്നത്. ഈ സർക്കുലർ പ്രകാരം ഇനി നാളെ മുതൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചെയ്യുന്ന സിൻഡിക്കേറ്റ് ഹാൾ തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തുറന്നു കൊടുക്കില്ല. എന്തായാലും പോലീസ് പരാതി, അതായത് വലിയ കുറ്റമാണ് ഈ മിനിറ്റ്സ് തിരുത്തിയെന്നെല്ലാം ആരോപണം. ആ കുറ്റം ആരോപിച്ചപ്പോൾ അതിന് മറുപടി എന്നോണം ഈ ഒരു പുതിയൊരു തടസ്സം അല്ലെങ്കിൽ പുതിയൊരു എതിർ ചീട്ടുമായി ഇപ്പോൾ VC രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൽ എങ്ങനെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിക്കുക? സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ സർക്കുലർ ലംഘിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് ഹാളിൽ പ്രവേശിക്കുമോ അതോ ഈ സർക്കുലർ അനുസരിക്കുമോ എന്നിവയെല്ലാം തുടർ നടപടികൾക്ക്, കേരള സർവകലാശാലയുടെ തുടർ നിയമ നടപടികൾക്കുമെല്ലാം കാരണമാകാൻ സാധ്യതയുണ്ട്. ഹസ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.